ആളെ പറ്റിക്കാൻ ആഴ്ചകൾക്ക് മുൻപ് പമ്പയിലൊരു ആർഭാട സംഗമം നടന്നിരുന്നു. അന്നേ ജനൻ ടി വി പറഞ്ഞതാണ് ആളില്ലാത്ത സംഗമം ആർഭാട സംഗമം ആണെന്ന്. ഇന്ന് അതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു. പമ്പയിൽ നടത്തിയത് ആർഭാട ധൂർത്ത് സംഗമം. അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകൾ പുറത്തു വന്നു. അയ്യപ്പ സംഗമത്തിൻ്റെ മൊത്തം ചിലവ് 5 കോടി രൂപയാണ്. PR വർക്കിന് മാത്രം ചിലവാക്കിയത് 25 ലക്ഷം. ഇവന്റ് മാനേജ്മെന്റിന് ചിലവ് 1,64 ലക്ഷം. കണക്കുകൾ തരംതിരിച്ച് ജനം ടി വി പുറത്തുവിടുന്നു. അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരും. അരുൺ, അന്നേ പറഞ്ഞതാണ് ഒരു കാര്യവുമില്ലാത്ത, ആവശ്യമില്ലാത്ത ഒരു ആർഭാട ധൂർത്ത് സംഗമമാണിതെന്ന്. ആളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ടായില്ല. ആഹാരം കൊണ്ട് തള്ളിയത് നമ്മൾ കണ്ടു. അനാവശ്യമായി എത്രയോ ലക്ഷം ചെലവഴിച്ചുവെന്ന വാർത്ത തുടരെ നമ്മൾ നൽകിയതാണ്. ഇതിപ്പോൾ എന്താണ് കണക്ക്? തീർച്ചയായും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത്, എന്തിനായിരുന്നു ഈ ഒരു ആർഭാട സംഗമം പമ്പ നദീതീരത്ത്, പമ്പയുടെ തീരത്ത് നടത്തിയെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഇതേ ചോദ്യം തന്നെയാണ് പന്തളം കൊട്ടാരം ചോദിച്ചത്, അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകൾ ചോദിച്ചത്, ശബരിമല കർമ്മസമിതി ചോദിച്ചത്, ഹിന്ദു ഐക്യവേദി ചോദിച്ചത്, വിശ്വ ഹിന്ദു പരിഷത്ത് ചോദിച്ചത്, ക്ഷേത്ര സംരക്ഷണ സമിതി ചോദിച്ചത്. പക്ഷേ അതിന് ഉത്തരം നൽകിയില്ലെങ്കിലും കൃത്യമായ ചെലവുകൾ ഉണ്ട് എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. പമ്പയിൽ നടത്തിയ, സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ അയ്യപ്പ ഭക്ത സംഗമത്തിന് ചിലവായത് 5 കോടി രൂപയാണ്. ഒന്നും രണ്ടുമല്ല, ഒറ്റ ദിവസത്തെ ആ ഒരു പരിപാടിക്കായി 5 കോടി രൂപയാണ് നിലവിൽ സർക്കാരിന് ചിലവായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിസ്ഥാന സൗകര്യം ഒരുക്കാനും അതോടൊപ്പം തന്നെ മറ്റൊരു ഇവന്റ് മാനേജ്മെന്റിന് വേണ്ടി ചിലവഴിച്ച തുകയുടെ കണക്ക് കേട്ടാൽ നമ്മളൊക്കെ തന്നെയും ഞെട്ടും. അത് 1,64 ലക്ഷം രൂപയാണ് നിലവിൽ ആ ഒരു വലിയ തുകയായി ഒറ്റ ദിവസത്തെ ഈ ഒരു പരിപാടിക്ക്, ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന ഓമന പേരിൽ സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയ ആ പരിപാടിക്ക് 1,64 ലക്ഷം രൂപയാണ് നിലവിൽ ചിലവായിരിക്കുന്നത്. നമുക്കറിയാം ഇതൊക്കെ എവിടേക്ക് പോയിരുന്നു, ഇതുകൊണ്ടുള്ള എന്ത് പ്രയോജനമാണ് ഉള്ളതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും ഓരോ കണക്കുകൾ നമുക്ക് കൃത്യമായി തന്നെ പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ചിലവായത് 21 ലക്ഷം രൂപയാണ്. നമുക്കറിയാം കേവലം എത്ര പേരുണ്ടായിരുന്നു ആ പരിപാടിയിൽ, എത്ര പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കിയത്, എന്തൊക്കെയായിരുന്നു വിഭവം എന്നൊക്കെ തന്നെ നമുക്ക് കൃത്യമായി അറിയായിരുന്നു. പക്ഷേ ആളില്ലാത്ത ആ ഒരു സംഗമത്തിന് ഒരു ദിവസം ചിലവായത് 21 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ വ്യാപകമായുള്ള ഒരു പബ്ലിസിറ്റി ആയിരുന്നു ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ആ ഫ്ലെക്സുകളിലൊക്കെ തന്നെ കണ്ടതാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഫ്ലെക്സ്. അതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഭഗവാന്റെ ഒരു ചിത്രം കൂടി വെച്ച് അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി നടന്നിരുന്നു. ആ പബ്ലിസിറ്റിക്ക് മാത്രം ചിലവായത് 25 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ ഈ സംഗമത്തിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, ആ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും നടത്തിയിരുന്നു. അതിന് ചിലവായത് 25 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ പമ്പയിൽ ഭക്തരെത്തുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കറിയാം വെയിൽ കൊണ്ടു നിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു ഭക്തർക്കൊക്കെ ഉണ്ടായിരുന്നത്. ആ പമ്പയുടെ പൊരുവെയിലത്ത് നിൽക്കുക, അതോടൊപ്പം തന്നെ മഴയാണെങ്കിൽ ആ സമയത്ത് മഴ നനഞ്ഞ് നിൽക്കുക, ഒരു പന്തൽ പോലും കെട്ടാതെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ പന്തൽ കെട്ടാൻ പണമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇവിടെ കൃത്യമായി തന്നെ ഈ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ വേദി മോടി പിടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി 25 ലക്ഷം രൂപയായിരുന്നു ചെലവഴിച്ചത്. അങ്ങനെ ഈ കണക്കുകളുടെ പട്ടിക നീളുകയാണ്. അതിൽ 5 കോടി രൂപയാണ് നിലവിൽ വലിയ ഒരു ചെലവായി തന്നെ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തിനായിരുന്നു ഇത്തരത്തിലൊരു സംഗമം നടത്തിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷേ 5 കോടി രൂപ നിലവിൽ ചിലവായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ മാനദണ്ഡം ഉണ്ടായിരുന്നു. അതായത് ഈ അയ്യപ്പ ഭക്ത സംഗമം നടന്നതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ കൃത്യമായ കണക്ക് നൽകണം. ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർക്ക്, ശബരിമലയിലേക്ക് നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർക്ക് ഇതിൻ്റെ ഒരു കൃത്യമായ കണക്ക് നൽകണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ഈ നിലവിൽ എത്ര രൂപ ചിലവായി, അതോടൊപ്പം തന്നെ ഇതിൻ്റെ വൗച്ചറുകൾ, ആരൊക്കെയാണ് ഇതിന് പണം നൽകിയതെന്നുള്ള ആ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു കണക്ക് ഇതുവരെയും ഹൈക്കോടതിയിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. 2 മാസം കൂടി ഈ ഒരു കണക്ക് സമർപ്പിക്കാനുള്ള സാവകാശം കഴിഞ്ഞ ദിവസം
പരിശോധിക്കണം ഹൈക്കോടതിയിലേക്ക് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും 2 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി കണക്ക് നൽകാമെന്നുള്ളതാണ് ഹൈക്കോടതിയിലേക്ക് പറഞ്ഞത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിലുള്ള നിരീക്ഷണം ഒന്നും തന്നെ ഇതുവരെ വന്നില്ല. എന്തായാലും ആ ഒരു 45 ദിവസത്തിന് പകരം 2 മാസം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 5 കോടി രൂപ ചിലവഴിച്ചുള്ള ആർഭാട സംഗമം തന്നെയായിരുന്നു പമ്പയിൽ നടന്നത്. ഒരു ദിവസം അതായത് ക്ഷണിക്കപ്പെട്ട പ്രമുഖരായിരുന്നല്ലോ, കോടികൾ വാരിക്കോരി കൊടുക്കും എന്ന പ്രതീക്ഷയിൽ ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. അവർ വന്നോട്ടെ പൊക്കോട്ടെ, എന്തിനാണ് ഇത് ആൾക്കാരെ അറിയിക്കാൻ 25 ലക്ഷം വെറുതെ കളഞ്ഞത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓരോ തുകയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എന്തിനായിരുന്നു ഈ തുക ചെലവഴിച്ചത് സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ ചോദിക്കേണ്ടി വരുന്നു. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പബ്ലിസിറ്റിക്ക് മാത്രം ചിലവഴിച്ച തുക, അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ ആഹാരത്തിന് വേണ്ടി ചിലവഴിച്ചത്, അങ്ങനെ ഭീമമായ ഒരു തുക തന്നെ ചിലവഴിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ കൃഷ്ണരാജ് അതിൽ ഏറ്റവും നോക്കേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനം, അതോടൊപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റ്. ശബരിമലയിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിലേക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റും ഇല്ലാതെയാണ് നമുക്കറിയാം. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളും ഇല്ലാതെ ആ ഭക്തജന കോടികൾ ഒഴുകിയെത്തുന്ന വഴികളാണ് ഈ കാണുന്നത്. അവിടേക്കാണ് ഇവന്റ് മാനേജ്മെന്റിനെ കൃത്യമായി വിന്യസിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിക്കൊണ്ട് 1,64,00,000 രൂപ ആ പണം ഉണ്ടായിരുന്നെങ്കിൽ ഭക്തർക്ക് എത്രമാത്രം സൗകര്യങ്ങൾ ഒരുക്കാൻ. കേവലം നമുക്കറിയാം, കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അവിടെ ഓരോ ഇടത്താവളങ്ങളിലും കൃത്യമായി തന്നെ 18 മണിക്കൂർ നീണ്ട ആ ലൈവ് തോണിൽ കണ്ടത് ഭക്തരോട് കാണിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ സമീപനം അത് ഒരിക്കലും അവർ മാറ്റിയിട്ടില്ല. ഇത്തവണയും പണത്തിൻ്റെ ഒരു അഭാവം എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് ഒരു തരത്തിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ഇവിടെ ഒന്നും തന്നെ നടത്താതിരുന്നത്. ആ സർക്കാർ തന്നെയാണ്, ആ ദേവസ്വം ബോർഡ് തന്നെയാണ് ഇവിടെ ഇത്ര ദൂരത്തോടുകൂടി ഈ 5 കോടി രൂപ നിലവിൽ ചിലവ് വരുന്നത്. എന്തായാലും ആ കണക്കിൻ്റെ അന്തിമ ലിസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. കണക്കിൻ്റെ അന്തിമ ലിസ്റ്റ് എത്തുമ്പോൾ ഈ തുക ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ഭക്ഷണത്തിനാകട്ടെ, അതോടൊപ്പം തന്നെ വേദി മോടി പിടിപ്പിക്കുന്നത് 25 ലക്ഷം രൂപ ഒരു ദിവസത്തെ പരിപാടിക്കാണ്. 3 വേദികളാണുള്ളത്. ആ വേദികളിൽ നടത്തിയ ചർച്ചകൾ അറിയാം. ആ ചർച്ചകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുടെ സുരക്ഷാ തിരക്ക് നിയന്ത്രണം എന്നുള്ളതായിരുന്നു ഒരു സെക്ഷനിലുണ്ടായിരുന്നത്. അതിനുശേഷമുള്ള പിറ്റേ മാസ പൂജയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് കണ്ടതാണ്. ഭക്തരുടെ കണ്ണീര് വീണ ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഭക്തരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്, തിരക്ക് നിയന്ത്രണം അപ്പാടെ പാളുന്ന ഒരവസ്ഥയിലേക്ക്, കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും പ്രായമായ അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ തന്നെ ഇവിടെ നിന്ന് കരയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കണ്ടതാണ്. എന്തിനായിരുന്നു ഈ പ്രഹസനം? എന്തിനായിരുന്നു ഈ അയ്യപ്പ സംഗമം? ഈ അയ്യപ്പ സംഗമം കൊണ്ട് എന്തു നേടി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തായാലും 5 കോടി രൂപ ഇതിന് ചിലവായിട്ടുള്ളത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത്. കൃഷ്ണരാജ്. ശരി, അരുൺ കൊടുങ്ങൂർ, ഒക്കെ ശരി. 5 കോടി ചെലവാക്കി, ഇനി അതിലും കൂടാൻ സാധ്യതയുണ്ട്. PR വർക്കിന് മാത്രം 25 ലക്ഷം. ഇടയ്ക്ക് ദേവസ്വം ബോർഡ് ഈ കണക്കുകളിലൊക്കെ ഒളിച്ചു കളിക്ക് ശ്രമിച്ചിരുന്നു എന്ന വാർത്തയും നമ്മൾ പുറത്തുവിട്ടതാണ്. എന്നിട്ട് എന്തായി? പണം വന്നോ? കോടികൾ സന്നിധാനത്തേക്ക് എത്തിയോ? ആ സെമിനാറുകൾ, അവിടെ നടന്ന പ്രസംഗം, അതിൻ്റെയൊക്കെ അനന്തരമായി എന്ത് സംഭവിച്ചു എന്നാണ് സന്നിധാനത്ത്? അതിലേറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്ന നടവരവ്, അത് കൃത്യമായി തന്നെ പറഞ്ഞാൽ റെക്കോർഡ് നടവരവിലേക്ക് ഓരോ വർഷം എത്തുന്നത് നടവരവിലും വലിയ രീതിയിലുള്ള വർധനമാണ്. അങ്ങനെ ഒരു PR വർക്കിലൂടെ ശബരിമലയിലേക്കുള്ള വികസനം അതിനൊന്നും ഒരു സാധ്യതയുമില്ല. പക്ഷേ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സംഗമം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ ശബരിമലയിലേക്കുള്ള ഭക്തർ അത് ഭഗവാന് കാണിക്കയായി നൽകുന്നതാണ്. തങ്ങളുടെ ജീവിതത്തിൽ നേടിയ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഭഗവാന് കാണിക്കയായി അർപ്പിക്കുന്നതാണ്. അതിനൊരു വലിയ മൂല്യമുണ്ട്. ഭഗവാന് വേണ്ടി തങ്ങൾ സമർപ്പിക്കുന്നതാണ്. വരുന്ന ഭക്തർക്ക് വേണ്ടി അതിലൂടെ സൗകര്യങ്ങൾ ഒരുക്കുക, അതോടൊപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭക്തരും ഇവിടെ ഇങ്ങനെ ഓരോ പദ്ധതികളും സ്പോൺസർ ചെയ്യുന്നത്, ഓരോ പദ്ധതികളും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ നടത്തിക്കൊണ്ട് അത് സർക്കാരിനുള്ള ഒരു ക്രെഡിറ്റ് ആക്കി എടുത്ത്, ദേവസ്വം ബോർഡ് ഒരു ക്രെഡിറ്റ് ആക്കി എടുത്തുകൊണ്ട്
മുന്നോട്ട് പോകാനുള്ള ഒരു ക്രമീകരണം അതിനുവേണ്ടി മാത്രമാണ് കേവലം ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ലോകത്തുള്ള എല്ലാ അയ്യപ്പന്മാരെയും പമ്പാ നദീതീരത്തേക്ക് ക്ഷണിച്ചു വരുത്തുക. അതോടൊപ്പം തന്നെ പമ്പാ നദീതീരത്തു നിന്നും സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. അവിടെ പ്രത്യേക ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾക്ക് AC അടക്കം കൃത്യമായി തന്നെ വെച്ചുകൊണ്ടുള്ള പടുകൂറ്റൻ പന്തൽ, ജർമ്മൻ പന്തൽ ഉപയോഗിച്ച് അത്യാഡംബരപൂർവ്വം ഒരു സംഗമം നടത്തിക്കൊണ്ട് ഈ ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ പേരിൽ കോടികൾ ഇങ്ങനെ ശബരിമലയിലേക്ക് ഒഴുകുകയാണ്. ശബരിമലയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ അടക്കം ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ മാസ്റ്റർ പ്ലാനിലേക്ക് ശബരിമലയ്ക്ക് ആവശ്യമുള്ള ഈ നടപടിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ആവശ്യത്തിനുള്ള പണം ഇവിടെ നിന്നും സമാഹരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും 5 കോടി രൂപ നിലവിൽ ചിലവായിട്ടുണ്ട്. പക്ഷേ ആ 5 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയ്ക്ക് എത്രയൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്ന് നമുക്കറിയാം. ഈ തീർത്ഥാടന കാലത്ത് 5 കോടിയുടെ പകുതി ഉണ്ടെങ്കിൽ പോലും ഭക്തർക്ക് എത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടത്താൻ കഴിയും. കേവലം നമുക്കറിയാം എരുമേലിലൊക്കെ നമ്മൾ കണ്ടതാണ് അവിടുത്തെയൊക്കെ ശോചനീയാവസ്ഥ, പമ്പയിലെ ശോചനീയാവസ്ഥ, നിലയ്ക്കലെ ശോചനീയാവസ്ഥ, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂര്, അങ്ങനെ ഭക്തർക്ക് വേണ്ട ഒരു സൗകര്യങ്ങളും ഒരുക്കാതെ ഇങ്ങനെ സംഗമം നടത്തി മുന്നോട്ട് പോകുന്നു. ആ സംഗമത്തിൽ തന്നെയാണ് ഇത്ര വലിയ ഭീമമായ ചിലവ്. ഇനി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തായാലും ഹൈക്കോടതിയിലേക്ക് നിലവിൽ ഇവർക്ക് കണക്ക് കൊടുക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ അയ്യപ്പ സംഗമത്തിന് പണം നൽകിയത്? എന്തായാലും കേട്ടാൽ ഞെട്ടുന്ന പേരുകളൊക്കെ തന്നെ അതിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആരൊക്കെയാണ് ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി പണം ചിലവഴിച്ചത്, അവർ എത്ര രൂപ തന്നു, അത് കൃത്യമായി തന്നെ സുതാര്യമായി തന്നെ, ഹൈക്കോടതി ഉപയോഗിച്ച വാക്ക് അന്ന് കൃത്യമാണ്, സുതാര്യമായി തന്നെ ഈ വരവ് ചിലവ് കണക്കുകളുമായി മുന്നോട്ട് പോകണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. എന്തായാലും 2 മാസത്തെ സാവകാശമാണ് നിലവിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കാലയളവിന് ഉള്ളിൽ ഈ ഒരു കണക്ക് കൃത്യമായി തന്നെ കൊടുക്കും. ആ കണക്കിലായിരിക്കും ബാക്കി ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തൽ വിവരങ്ങളൊക്കെ തന്നെയും നമുക്ക് കണ്ടെത്താനാകുക. ശരി അരുൺ, നമുക്ക് ഈ വാർത്തയിലേക്ക് കൂടുതൽ വിശദമായി മറ്റു മണിക്കൂറുകളിൽ വരേണ്ടി വരും. കാരണം ശബരിമലയിൽ ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കണം, അവിടേക്ക് പണം വരണം, അതൊക്കെ ചേർത്ത് പുതിയൊരു ശബരിമലയെ പടുത്തുയർത്തണമെന്നൊക്കെ പറഞ്ഞു പറ്റിച്ചാണല്ലോ ആർഭാട സംഗമം നടത്തിയത്. എന്നിട്ടിപ്പോൾ എന്തായി? 5 കോടി രൂപ ചെലവായെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ. PR വർക്കിന് മാത്രം, അതായത് അയ്യപ്പൻ്റെ ചിത്രം ഒരറ്റത്ത് ചെറുതായി കൊടുത്ത് പിണറായി വിജയൻ്റെ ചിത്രം വലുതായി കൊടുത്ത് PR വർക്ക് നടത്തിയ വകയിൽ മാത്രമേ 25 ലക്ഷം ചെലവായെന്നാണ് പറയുന്നത്. ഇതൊന്നും ആയിരിക്കില്ല കണക്കുകൾ, ഇതിലേറെ ചെലവായിട്ടുണ്ടാകാം. ഇക്കാര്യത്തിലും ദേവസ്വം ബോർഡിനും സർക്കാരിനും മേലെ പിടി വീഴണം. അതിനായുള്ള ഒരു വാർത്തയായി ഇത് മാറും. വരും മണിക്കൂറുകളിൽ കൂടുതൽ നേരം ഈ വാർത്തയിൽ നമുക്ക് നിൽക്കേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.